എന്നും ഇങ്ങനെ കൈസിട്ട മീൻ കഴിച്ചാൽ മതിയോ? വല്ലപ്പോഴൊക്കെ ഫ്രഷ് മീനോടെ കഴിക്കണ്ടേ? പിന്നെ വേണം വേണം. ആ ഒറ്റ കാര്യം കൊണ്ടല്ലേ വീട്ടിൽ മീനും കൊണ്ടുവന്ന് ചേച്ചി ഞാൻ പറഞ്ഞു വിട്ടെ. ആന്നോ? പിന്നെ ഞാനും അവരുടെ അടുത്ത് മസാല പുരട്ടി വെക്കാന്നും പറഞ്ഞ് ഇറങ്ങിയേക്കുന്നു. കുറച്ച് വറക്കുകയും വേണം, കുറച്ച് കറി വെക്കുകയും വേണം. ഈ വറക്കോ പൊരിക്കോ കരിക്കോ എന്താന്ന് വെച്ചാൽ എനിക്കത് കുറച്ച് അപ്പുറത്തെ വീടുകളിൽ കൊടുക്കണം. അല്ലണ്ണ ഈ കവർ പോരെ മൊത്തം മീൻ എടുക്കാൻ? പിന്നെ സുഖമായിട്ട് 10 എണ്ണം കിടക്കത്തില്ലയോ? പോരാങ്കിൽ ബക്കറ്റും ഉണ്ട്. അല്ലണ്ണ ഈ ചൂണ്ടയ്ക്ക് അതെന്തോ കൊടുത്തിടും? ഇപ്പം നമുക്ക് അക്കറിഞ്ഞ് മേടിക്കാം. അതിന് ഞായറാഴ്ച വിട്ടിരിക്കുന്ന കക്ക. ഇതെന്തി നമുക്ക് മണ്ണിരട്ടല്ലോ. അതിനിപ്പോൾ എവിടെ ഇരിക്കുന്നു മണ്ണിര? പണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ചിരട്ടെടുത്തൊരു തോണ്ടിയ ആ ചിരട്ട നിറച്ച് മണ്ണിരയായിരുന്നു. ഇപ്പം മരുന്നിന് പോലും എണ്ണത്തിനെ കാണാനില്ല. അത് ശരിയാ. ഈ ഫ്രോഗോ ചൈനീസ് വലയൊക്കെ ഇട്ടാലേ ഇന്നത്തെ കാലത്ത് കാര്യമുള്ളൂ. തവളയൊക്കെ ഞങ്ങൾ വിട്ടിട്ടുണ്ട് ബ്രാൻഡിനെ പിടിക്കാൻ. ആ തവളയല്ലേ ഈ തവള? ഇത് ഐറ്റം വേറെയാ. ഏത് മരത്തവളയാലും ശരി ഇപ്പം മീൻ പിടിക്കാൻ എന്ത് ഈ മൈദാമാവ് കുഴച്ചിട്ടാ മീനെ പിടിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്. അതുള്ളതാ, വള്ളത്തിൽ കിട്ടും. അതിന് മാവൊക്കെ വാങ്ങി കുഴച്ചിട്ട് എന്തിനാ കുഴക്കുന്നത്? ചായക്കട കണ്ട് ഉള്ളു വാങ്ങിയപ്പോലെ. പള്ളത്തി ഉള്ളതാവട്ടെ. മീൻ കൊണ്ട് എന്തായാലും വീട്ടിൽ കയറാൻ പറ്റൂ. നീ വാടാ മോനെ, ഈ സുല്ലണല്ലേ കൂടെ ഉള്ളത്? അതാണ്. അതെ, 2 കൊണ്ട് നമുക്കും കൂടെ മേടിച്ചാലോ? അതാകുമ്പോ ഈ ചൂണ്ടയിടുന്ന ഇടവേളകൾ ആനന്ദകരമാക്കാൻ. അണ്ണാ ഗുണ്ട് 4 എടുത്തോ. ഇത് നമുക്ക് ചൂണ്ടയിടാൻ, ഇത് നമുക്ക് തിന്നാൻ. അമ്മേ ശരണം, ദേവീ ശരണം. അന്നദാനം മഹാദാനം. ക്ഷേത്രസന്നിധിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്നദാനത്തിൽ പങ്കാളികളാകുവാൻ ഇന്നടിലെ എല്ലാ നല്ലവരായ ഭക്തജനങ്ങളെയും ക്ഷേത്രസന്നിധിയിലേക്ക് ദേവീ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സുലണ്ണ, നമുക്ക് അമ്പലത്തിൽ അന്നദാനത്തിന് പോയാലോ? ഞാനില്ല, ഞാനിന്ന് നോൺ വെജ്. അന്നദാനം സമാപിച്ചിരിക്കുന്നു. അന്നദാനത്തിൽ പങ്കെടുത്ത എല്ലാ ഭക്തജനങ്ങൾക്കും ദേവീ നാമത്തിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. വള്ളത്തിൽ പോയിട്ട് പായലൂരും കിട്ടിയില്ല. പുല്ല്. അതെ, എണീക്ക്. ഇങ്ങനെ കിടന്നാ മതി, വീട്ടിൽ പോണ്ടേ? കിട്ടിയാ? ഉണ്ട കിട്ടി. 2 ഗുണ്ടു പോയത് മിച്ചം. അയ്യോ, അപ്പൊ എന്റെ പക്കലിലെ മീൻ അവിടെ? മീനല്ല. അയ്യോ, അപ്പൊ ഞാൻ കോരിക്കോരി ഇട്ടത്? കോരിക്കോരി ഒഴിച്ച വെള്ളമായിരിക്കും. എന്നാട്ടെ പോന്നാട്ടെ. ആരെ പോവാടാ, ഇങ്ങോട്ട് വാ. അയ്യോടാ, എടാ എനിക്ക് തോന്നുന്നേ എന്ത് വേലിയേറ്റം ആയതുകൊണ്ടായിരിക്കും മീൻ കിട്ടാഞ്ഞത്. വേലിയിറക്ക സമയത്ത് വന്നാലേ ഇഷ്ടംപോലെ കിട്ടുമായിരിക്കും. അതിനെപ്പോഴാ ഈ വേലിയിറക്കം? അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരവസ്ഥ ആർക്കും പറ്റും. അടുത്ത ആഴ്ച നമുക്ക് മറ്റേ പ്രോഗ്രാം വാങ്ങി കിട്ടാലോ. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഡേ നിക്കടേ. നമുക്ക് അടുത്ത ആഴ്ച ചൈനീസ് വരെയായിട്ട് മൊത്തം തൂക്കാടേ. നിങ്ങളുടെ തൂക്ക് ഞാൻ കണ്ട്.